വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചായക്കപ്പൽ ഉണ്ടാക്കുന്ന ബൺ മസ്ക. ഇറാനി ടീയും ബൺ മസ്ക ഉണ്ടാക്കുക. ഇറാൻ അല്ലെന്നേ ഉള്ളൂ, കേരളമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഇറാനി ചായ. അപ്പോൾ ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ ആവശ്യമുള്ള പട്ട, ഗ്രാമ്പൂ, എന്താ പറയുക, 2-3 കുരുമുളക്, ഏലക്ക ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു തുണ്ട് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചായപ്പൊടിയാണ് ചേർക്കുന്നത്. എൻ്റെ ചായപ്പൊടിയിൽ ഞാൻ ഓൾറെഡി കുരുമുളകും ഏലക്കയും പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഇട്ടിട്ട് നല്ല കടുപ്പത്തിന് ഇട്ടോ കേട്ടോ. അതാണ് ഇറാനി ചായ എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഒരു 15 മിനിറ്റ് എങ്കിലും ഈ ചായ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് തിളച്ചതിൻ്റെ ചാറൊക്കെ ഇങ്ങനെ ഇറങ്ങി കുറുകി വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ആവശ്യമുള്ള പാലും കൂടെ തിളപ്പിക്കാൻ അങ്ങോട്ട് മാറ്റി വെച്ചോ. പാലൊന്ന് തിളച്ചിങ്ങനെ കുറുകി വരട്ടെ. ശേഷം റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന അൺസോൾട്ടഡ് ബട്ടർ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഉടച്ച് അതൊരു നല്ല ക്രീമി പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നത്. അത് ആവശ്യത്തിന് മതി കേട്ടോ. എൻ്റെ പിള്ളേർ ഇച്ചിരി പഞ്ചസാര മധുരം കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കുന്നു. നിങ്ങൾ അത്ര എടുക്കണം എന്നില്ല കേട്ടോ. നമ്മൾ വലിയവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കുറച്ചെടുത്താൽ മതി. അപ്പോൾ രണ്ടും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. എത്ര എളുപ്പമല്ല ഇത് ഉണ്ടാക്കാൻ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബൺ മസ്ക ഉണ്ടാക്കാൻ. ബണ്ണില്ലാതെ എന്ത് മസ്ക. അപ്പോൾ ഞാൻ ബണ്ണ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബണ്ണ് നമ്മുടെ ചായയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബണ്ണ് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമുക്കിവിടെ ചായ ഒഴിച്ചൊന്ന് റെഡിയാക്കിയാക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല മണവും പതയൊക്കെ വരുന്ന അടിപൊളി ചായ. ഇറാനി ചായ എന്നാണ് ഇതിന് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമല്ല, കേരളത്തിലെ ചായ എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഞാനൊരു കപ്പിലോട്ട് ചായ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ 2 മക്കളും ചായ കുടിക്കില്ല. അപ്പോൾ ഞാൻ തന്നെ മുക്കി തിന്നാൻ പറ്റത്തുള്ളൂ. അവർ വെറുതെ തിന്നട്ടെ, ഞാൻ മുക്കി തിന്നാം. അപ്പോൾ ഇതിങ്ങനെ മുക്കി തിന്നണം എന്നാണ്. എന്നിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടറും മിക്സ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ അടച്ചിട്ട് ഒന്ന് മൂടിയും കൊടുക്കണം. മൂടണ്ടേ, എന്താ പറയുക, ഒന്ന് മൂടി കൊടുക്കുക. ഇത്രയേ ഉള്ളന്നേ നമ്മുടെ ബൺ മസ്ക റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇത് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ആൾക്കാർ ഇതിനു വേണ്ടി ക്യൂവിലൊക്കെ നിന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ബൺ മസ്ക മേടിച്ച് കഴിക്കുന്നത്. ആളെ കണ്ടില്ലെങ്കിൽ ഇവരാണ് നമ്മുടെ ചായ കപ്പിൾസ്. അപ്പോൾ ഇവർ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൺ മസ്ക ഉണ്ടാക്കാം. ഇതുകൊണ്ടാണ് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. എൻ്റെ പൊന്നും മക്കളെ, ഒരു രക്ഷയില്ല. അങ്ങടെ നല്ല ചായ, ചൂട് ചായയിലോട്ട് അങ്ങോട്ട് ഡിപ്പ് ചെയ്ത് അങ്ങനെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാലില്ലേ, സ്വർഗം കാണും മക്കളെ, സ്വർഗം കാണും. അപ്പോൾ ഇന്ന് ഇതുവരെ കഴിച്ച് ഉണ്ടാക്കി നോക്കാത്തവർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോ. കാരണം നിങ്ങൾക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ ചായക്കപ്പലിൻ്റെ അടുത്ത് പൊക്കോളൂ. ഇല്ലെങ്കിൽ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോകളായിട്ട് ഞാനും വരാൻ. അപ്പോൾ വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചായക്കപ്പൽ അറിയാത്തവർ ഒന്നും ചെന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഷെറിൻ കഴിച്ചു പറഞ്ഞു അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബൈ.